യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് വിശുദ്ധ മോനിക്ക പുണ്യവതിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ പ്രസംഗത്തിൽ കേൾക്കാൻ പോകുന്നത്. നമുക്ക് പ്രാർത്ഥിച്ചൊന്ന് ആരംഭിക്കാം. ഈശോയെ, മോനിക്ക തൻ്റെ വിശുദ്ധനായ മകനായ വിശുദ്ധ അഗസ്തീനോസിനെ വഴിവിട്ട് ജീവൻ നയിച്ചിരുന്ന സ്വന്തം മകനെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നീണ്ട 17 വർഷത്തോളം കണ്ണുനീരോടെ ദൈവത്തിൻ്റെ മുന്നിൽ സ്ഥിരതയോടുകൂടി പ്രാർത്ഥിക്കുകയും വിജാതീയനായ സ്വന്തം ഭർത്താവിനെയും ഭർത്താവിൻ്റെ അമ്മയെയും അവർ രണ്ടുപേരെയും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് സ്വന്തം ത്യാഗപൂർണമായ ജീവിതം വഴി, നിശബ്ദമായ സഹനം വഴി, അവരെല്ലാം സ്നേഹപൂർവമായ പെരുമാറ്റം വഴി അവരെല്ലാം യേശുവിൻ്റെ വിശ്വാസത്തിലേക്ക്, ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആനയിക്കാനായിട്ട് വിശുദ്ധ മോനിക്കയ്ക്ക് സാധിച്ചു. ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരെ കുടുംബങ്ങളെയും അങ്ങനെ കുടുംബങ്ങളെയും ഓരോ മക്കളെയും ഈശോയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുള്ള എല്ലാ മക്കളെയും ഈശോയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. തലക്ക് എല്ലാ മദ്യമോ മയക്കുമരുന്നോ അങ്ങനത്തെ ശീലങ്ങളിൽ നിന്ന് അകപ്പെട്ടു പോയ, കണ്ണീരിലൂടെ ഒത്തിരി മക്കൾക്ക് വേണ്ടി വിലാപം ആചരിക്കുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഈശോയെ അങ്ങേ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന സകല കുടുംബിനികളുടെയും മാതൃകയാണ് വിശുദ്ധ മോനിക്ക. അങ്ങനെ മോനിക്കയുടെ പ്രാർത്ഥന, സ്ഥിരതയോടെയുള്ള പ്രാർത്ഥന വഴി അങ്ങനെ സ്വന്തം കുടുംബത്തെ സ്വർഗീയമായൊരു കുടുംബമാക്കി തീർക്കാനായിട്ട് വിശുദ്ധ മോനിക്കയ്ക്ക് സാധിച്ചു. അതേപോലെ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളായിരിക്കുന്ന കുടുംബത്തിലെ ഭർത്താവിനും മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് അവരെ ഈ ലോകത്തിൻ്റെ അരൂപിയിൽ തിന്മയിലെ ദൈവവിശ്വാസം അകന്നു പോയിട്ടുള്ള, ക്രിസ്തീയ ഉദാശകളിൽ നിന്നെല്ലാം അകന്നു പോയിട്ടുള്ള എല്ലാവരെയും ഓർത്ത് അവർക്ക് നിത്യത ഉറപ്പിക്കാനായിട്ട് ആത്മരക്ഷ സാധികമാക്കുന്ന രീതിയിൽ അവർക്ക് വേണ്ടി നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്ന കാലത്തോളം മുന്നേ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കാനായിട്ട് സ്ഥിരതയോടെ, വിശ്വാസത്തോടെ, സ്നേഹത്തോടു കൂടി പ്രാർത്ഥിക്കാനും, അങ്ങനെ ആഴമേറിയ ഒരു വിശ്വാസ ചൈതന്യം അടിപെടാതെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വന്നാലും അതെല്ലാം നേരിടാനായിട്ട് യേശുവിനെ മുറുകെ പിടിച്ച് അങ്ങനെ സ്ഥിരതയോടുകൂടെ നീണ്ട വർഷങ്ങൾ ദൈവത്തിൻ്റെ മുന്നിൽ ആയിരിക്കാനായിട്ട്, പ്രാർത്ഥിക്കാനായിട്ട് നിലനിൽപ്പിൻ്റെ വരം നൽകി ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വിശ്വാസം നൽകണമേ. എന്തെങ്കിലും പ്രത്യേക ഒരു കാര്യം സാധിക്കാതെ വരുമ്പോൾ പെട്ടെന്ന് ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ പ്രാർത്ഥന ഒരിക്കലും അത് ആ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോകില്ലെന്നുള്ള ഒരു ചിന്തയിൽ എല്ലാ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ഭൂമിയിൽ നമ്മുടെ കുടുംബത്തിലുള്ള നമ്മൾ ഓരോ നിമിഷവും നമ്മൾ അർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനയും ത്യാഗവും ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ അതെല്ലാം ഈ കുടുംബത്തിന് വേണ്ടി നമുക്ക് ചുറ്റും കോട്ടയായിട്ട് ആ പ്രാർത്ഥന നിലനിൽക്കും എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്നും മരിച്ചു പോയാലും ആ പ്രാർത്ഥന ഈ ഭൂമിയിൽ തന്നെ ഉണ്ടായിരിക്കുമെന്നുള്ള ബോധ്യത്തിൽ അത് നിത്യതയിൽ എത്തുന്നത് വരെ ഈ ഭൂമിയിൽ കിടന്ന ആ പ്രാർത്ഥന നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ആ ഒരു വ്യക്തികളായിട്ട് നമ്മൾ ഓരോരുത്തരെയും മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ എല്ലാം നിശബ്ദമായി ക്ഷമയോടുകൂടി സഹിക്കാനായിട്ട് മദ്യപാനിയായ ഒരു ദുശീലങ്ങളിൽ വിജാതീയനായ ഒരു വ്യക്തി വഴി കോപിഷ്ഠനും ഒരു ക്ഷിപ്രകോപിയുമായ ഒരു ഭർത്താവിൻ്റെ കൂടെ നീണ്ട 18 കൊല്ലത്തോളം ആ വ്യക്തിയുടെ കുറ്റപ്പെടുത്തലുകളും എല്ലാം നിശബ്ദമായി സഹിച്ച് അമ്മായിയമ്മയും ആ മകനെ പോലെ തന്നെ
ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും നിശബ്ദമായി അവരെ മാറ്റി നിർത്താതെ അവരെ കൂടെ കൂട്ടി അവർക്ക് വേണ്ടി നിശബ്ദമായി ദൈവത്തിൻ്റെ മുന്നിൽ ആ വേദനകളെല്ലാം സമർപ്പിക്കുകയും അങ്ങനെ സ്വന്തം ത്യാഗപൂർവമായ വാക്കുകൊണ്ട് എതിർവാക്ക് പറഞ്ഞുകൊണ്ട് ഒന്നുമല്ല വേറെ മോനിക്ക അവരെ നേടിയത്. നിശബ്ദമായി എല്ലാം ദൈവത്തിന് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ക്ഷമയോടുകൂടെ അവരുടെ മുന്നിൽ നിശബ്ദമായി ആയിരുന്നപ്പോൾ അവരെ ഓരോരുത്തരെയും മാനസാന്തരത്തിലേക്ക് അനയിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അതുപോലെ നമുക്കും തർക്കുത്തരമോ എതിർവാക്കുകൾ പറഞ്ഞുകൊണ്ടല്ല നമ്മൾ ഒരിക്കലും ഒരാളെയും മാനസാന്തരത്തിലേക്ക് നയിക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല എന്നുള്ള ബോധ്യത്തിൽ നമ്മളിലുള്ള പെട്ടെന്നുള്ള ദേഷ്യവും ഒരു വാക്കുകളെ എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ആരെയും നേടാൻ സാധിക്കില്ല എന്നുള്ള ബോധ്യത്തിൽ എല്ലാവരോടും വിനയപൂർവ്വം സംസാരിക്കാൻ പെരുമാറാനും അങ്ങനെ ശാന്തമായി ഒരു സന്തോഷം ഉള്ള ഒരു പ്രകൃതത്തിൽ മറ്റുള്ളവർ ഇടപഴകാനായിട്ട് അങ്ങനെ അവരെയൊക്കെ ഈശോയ്ക്ക് വേണ്ടി നേടാനായിട്ട് ഒരു വിവാഹ ജീവൻ നയിക്കുന്ന ഒരു സകല അമ്മമാർക്കും അങ്ങനെയുള്ള കൃപാവരുകൾ ധാരാളമായി കുടുംബിനികൾക്ക് നൽകണമേ എന്ന് നമുക്ക് വിശുദ്ധ മോനിക്കയുടെ മുന്നിൽ നമുക്ക് മധ്യസ്ഥം അപേക്ഷിക്കാം. അവൻ നിന്റെ അലച്ചിലുകൾ എണ്ണീയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കന്നങ്ങൾ അവൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു ബൈബിൾ വചനം വിശുദ്ധ മോനിക്കയുടെ ജീവിതത്തിൽ എപ്പോഴും വളരെയധികം സാമ്യമുള്ള ഒരു വചനമാണ് വിശുദ്ധ മോനിക്കയുടെ ജീവിതത്തിലുള്ളത്. വിശദമായ ഒരു മാർഗദർശനങ്ങളിലൂടെ പുരാതന സഭയിൽ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ മോനിക്ക. കണ്ണീരവും പ്രാർത്ഥനയും വഴി അഗസ്റ്റിനെ തിരുസഭയിലേക്ക് തിരികെ കൊണ്ടുവരികയും അങ്ങനെ ഭൂമിയിലെ സ്വർഗരാജ്യം നിറവേറ്റിയ ആളായിരുന്നു വിശുദ്ധ മോനിക്ക. ക്രിസ്തീയ മാതാപിതാക്കളായ നമുക്ക് നമ്മുടെ മക്കൾ നല്ലവരും ദൈവഭക്തരുമായി തീരണമെങ്കിൽ നമ്മുടെ ജീവിതം ദൈവഭക്തിയും ഉള്ള ഒരു ജീവിതം നയിച്ചാൽ മാത്രമാണ് നമ്മുടെ മക്കളും ആ ഒരു മാതൃക പിന്തുടരുകയുള്ളൂ എന്നുള്ള ബോധ്യം നമുക്ക് മോനിക്ക ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമാണ്. വിശുദ്ധ മോനിക്കയെ കുറിച്ച് വിശുദ്ധ അഗസ്റ്റിൻ സാക്ഷ്യപ്പെടുത്തുന്നത് എൻ്റെ അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം എത്രയോ ഒരു അളവത്തതായിരുന്നു. അവളുടെ വാക്കുകളും നോട്ടവും വഴിയും അവൾ ഞങ്ങളെ ദൈവത്തിലേക്ക് ഉയർത്തിയെന്നാണ് വിശുദ്ധ അഗസ്റ്റിൻ വിശുദ്ധ മോനിക്കയെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഇന്ന് അങ്ങേത് ശിശുവാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അമ്മയെ നൽകിയത് കൊണ്ട് മാത്രമാണ് ഞാനൊരു വിശുദ്ധ മോനിക്കയെ പോലെ ഭൂമിയിലെ സ്വർഗരാജ്യം പണിതുയർത്തിയ ഒരു അമ്മയെ ലഭിച്ചത് കൊണ്ടാണ് വിശുദ്ധ അഗസ്റ്റിൻ എന്ന ഒരു വേദപാരംഗതനെ സഭയ്ക്ക് പ്രദാനം ചെയ്യാനായിട്ട് കാരണമായി തീർന്ന അവിഭാജ്യ ഘടകമായിരുന്നു വിശുദ്ധ മോനിക്കയുടെ കണ്ണുനീരോധമുള്ള പ്രാർത്ഥനകൾ മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി നീണ്ട 17 കൊല്ലത്തോളം കണ്ണുനീരോടെ സ്ഥിരതയോടെ പ്രാർത്ഥിച്ച ആ മോനിക്കയുടെ മാതൃക അങ്ങനെ സ്വർഗത്തിലെ മധ്യസ്ഥയായിരിക്കുന്ന ആ വിശുദ്ധ മോനിക്കയുടെ തിരുനാൾ ആഗസ്റ്റ് 27 സഭ ആഘോഷിക്കുന്നത്. പ്രാർത്ഥന വഴി തൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ആ സ്വന്തം സ്വർഗീയ പിതാവിനോട് തുറന്ന് സംസാരിക്കുകയും അങ്ങനെ വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് സകല ഇതര മാതാപിതാക്കള് ശരീരത്തിൻ്റെ അടുക്കില്ലാന്ന് മക്കളെ പ്രതി കണ്ണുനീര് പൊഴിക്കുന്നത്. എൻ്റെ അമ്മയാകട്ടെ എൻ്റെ തെറ്റുകൾ
എൻ്റെ വഴിവിട്ട ജീവിതവും തെറ്റുകളും കണ്ടിട്ട് അതിനെക്കുറിച്ചാണ് അമ്മ വേദനിക്കുകയും ദൈവത്തിൻ്റെ മുന്നിൽ കണ്ണുനീർ പൊഴിക്കുകയും ചെയ്തത് എന്നാണ് വിശുദ്ധ അഗസ്തീൻ പറയുന്നത്. ക്ഷിപ്രകോപിയും കടുപിടുത്തക്കാരനുമായ വാശിക്കാരനുമായ തൻ്റെ ഭർത്താവിനെയും അസുഖായാലും എല്ലാ കാര്യങ്ങളും ഇടപെടുകയും സ്വാർത്ഥതയായ അമ്മയെയും മോനിക്ക തൻ്റെ സ്നേഹപൂർവമായ സ്വൽപ്പവർത്തികൾ കൊണ്ടും എല്ലാ രീതിയിലും അവളെ വിമർശിക്കുകയും അവരെ കണ്ണീർ കുടിപ്പിക്കുകയും ചെയ്യുമ്പോഴും ആ വിജാതീയരായ തൻ്റെ ഭർത്താവിൻ്റെ തൻ്റെ അമ്മയെയും കണ്ണീർ കൊണ്ടുള്ള ആ പ്രാർത്ഥന കൊണ്ടും അവരെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആനയിക്കാനായിട്ട് വിശുദ്ധ മോനിക്കയ്ക്ക് സാധിച്ചു. സഭവിരോധിയായിട്ട് തോന്നിയാസമായ പരമായ ജീവിതം നയിച്ചിരുന്ന സ്വന്തം മകനായ വിശുദ്ധ അഗസ്തീനെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് വിശുദ്ധ മോനിക്കയ്ക്ക് സാധിച്ചു എന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഭർത്താവിൽ നിന്നും ഉണ്ടാകുന്ന തിക്താനുഭവങ്ങളിൽ നിന്ന് നിരാശയിലേക്ക് ആഞ്ഞു പോയിട്ട് മറ്റു ദുശീലങ്ങളിലേക്ക് ഒന്നും വഴിപ്പെട്ടു പോകാതെ മോനിക്കയെ പോലെ പ്രാർത്ഥന വഴി ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നെല്ലാം കരകയറാനായിട്ട് വേറോനി സാധിക്കുമെന്നുള്ളത് ഒരു ഉത്തമ ഉദാഹരണമാണ് വിശുദ്ധ മോനിക്ക. പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുകയും അങ്ങനെ നല്ലൊരു പ്രചോദനദായകമായ ഒരു ജീവിതമാണ്. നമുക്ക് തന്നെ കീഴുള്ളതിൽ മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയും ഭർത്താവിനെയും മക്കളെയും അമ്മയെയും ഒരു കുടുംബത്തിൻ്റെ ഒരു കൂടക്കീഴിൽ ഒരുമിച്ച് എത്തിക്കാനായിട്ട് ആദർശധീരതയും മാതൃകയുമായ ഒരു കുടുംബജീവിതവും നയിച്ച വ്യക്തിയാണ് വിശുദ്ധ മോനിക്ക. പ്രാർത്ഥനയുടെയും കണ്ണുനീരിൻ്റെയും മാതൃകയും പങ്കുവെക്കലിൻ്റെയും ഒരു മാതൃകയാണ് വിശുദ്ധ മോനിക്ക നമ്മെ ഓരോരുത്തരെയും ആ ഒരു ജീവിതത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. കുടുംബത്തിലെ നമ്മുടെ ഭർത്താവിൻ്റെ കുടുംബത്തിനൊക്കെ എന്തെങ്കിലും തെറ്റുകളൊക്കെ പറ്റുമ്പോൾ അവരെ അകറ്റി നിർത്താതെ അവരെ ചേർത്ത് നിർത്തുവാനായിട്ട്, അവരെ വേദനിക്കുമ്പോൾ അവരെ അവഗണിക്കാതെ അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു മാതൃകയാണ് വിശുദ്ധ മോനിക്ക നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നത്. ആധുനിക ലോകത്തിൽ നമ്മുടെ മക്കള് തെറ്റായ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ സ്നേഹപൂർവമായ പെരുമാറ്റം കൊണ്ട് അവരെ ഈശോയിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് ഓരമ്മമാർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് ഈ വിശുദ്ധ മോനിക്കയോട് പ്രാർത്ഥിക്കാം. സ്നേഹത്തോടെയും വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയും കണ്ണുനീരും വഴിയും മക്കളെയും ഭർത്താവിനെയും ഈ ലോകത്തെ മുഴുവനെയും മാനസാന്തരപ്പെടുത്താനായിട്ട് വിശുദ്ധ മോനിക്കയ്ക്ക് സാധിച്ചു എങ്കിൽ നമുക്കും ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ഓരോ കുടുംബത്തിൻ്റെയും വിളക്കായ അമ്മമാര് ആയ നമുക്ക് ഓരോരുത്തർക്കും വിശുദ്ധ മോനിക്കയുടെ മാതൃക സ്വീകരിക്കാനായിട്ട് സാധിക്കാം.
ആഭാസമായ ജീവിതം നയിച്ച വിശുദ്ധ അഗസ്റ്റിനെ മഹാവിശുദ്ധിയിലേക്ക് കൊണ്ടുവരാനായി വിശുദ്ധ മോനിക്കയുടെ ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ മോനിക്ക. കഠിന അമ്മമാർക്ക് മാതൃകയും കഠിനമായ സഹനത്തിൻ്റെയും മകനോടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെയും ഒരു സുവിശേഷം ആയിരുന്നു വിശുദ്ധ മോനിക്കയുടെ ജീവിതം. 322 ആഫ്രിക്കയിലെ താർസെ എന്ന പട്ടണത്തിലായിരുന്നു മോനിക്ക ജനിച്ചത്. അത് ആ പട്ടണം റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. സമുദായത്തിലേറെ പ്രശസ്തമായിരുന്നു അവരുടെ കുടുംബം. മറ്റുള്ളവരെ സഹായിക്കുന്നതിലും ഭക്തിനിഷ്ഠതയിലും ഉയർന്നു നിന്നിരുന്നു ആ മോനിക്കയുടെ കുടുംബം. മോനിക്കയുടെ ജീവിതം ചെറുപ്പം മുതൽക്ക് ഭക്തിനിഷ്ഠതയിലും ദേവാലയങ്ങളും പ്രാർത്ഥനയിലും എല്ലാം വളരെ കർക്കശമായ രീതിയിൽ ഒരു പരിചാരികയാണ് അവളെ പരിശീലിപ്പിച്ചിരുന്നത്. ചെറുപ്പത്തിൽ തന്നെ ദൈവത്തോടുള്ള ആ ഒരു ബന്ധം ആഴപ്പെടുത്തുവാനായിട്ട് വെള്ളം പോലും കുടിക്കാതെ ദിവസങ്ങൾ മുഴുവൻ കർത്താവിന് വേണ്ടി ജീവിക്കാനായിട്ട് ഉപവാസം എടുക്കാനായിട്ട് ആ കാലഘട്ടത്തിൽ മോനിക്കയ്ക്ക് സാധിച്ചു. കുടുംബാംഗങ്ങൾക്ക് അത്താഴത്തിന് ശേഷം വീഞ്ഞു വിളമ്പുന്ന ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ മോനിക്ക. അങ്ങനെ 16-ാം വയസ്സിൽ വീഞ്ഞു കഴിക്കുന്ന ഒരു സ്വഭാവം വിശുദ്ധ മോനിക്കയ്ക്ക് വൈകാതെ കടന്നു വന്നു. അതിസുന്ദരിയും സുശീലവുമായ അവരുടെ ജീവിതത്തിൻ്റെ സകല ആത്മീയതയും നഷ്ടപ്പെടുത്തിയ ഒരു രീതിയിലേക്ക് ആ മദ്യപാനം എന്ന ദുശ്ശീലം അവളെ കൊണ്ടു ചെന്നെത്തിച്ചു. അങ്ങനെ അവൾ ഒരു ദിവസം അമിതമായി വീഞ്ഞു കഴിക്കുന്നത് ഒരു പരിചാരിക കാണുകയും കുറെ നാളായിട്ട് മോനിക്കയോട് വളരെ വിദ്വേഷം പുലർത്തിയിരുന്ന സൂക്ഷിച്ചിരുന്ന ഒരു പരിചാരികയായിരുന്നു അവള്. ആ അവസരം അവള് ആഘോഷമാക്കി അവള് ദുഷ്ടയെന്നും മദ്യപാനിയെന്നും പറഞ്ഞ് മോനിക്കയെ ആ പരിചാരിക ഒത്തിരി കളിയാക്കി. അത് ആ ഒരൊറ്റ പ്രവൃത്തി വഴിയും മോനിക്കയെ ഈശോയിലേക്ക് ആകർഷിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ദൂതനായിരുന്നു ആ ഒരു വ്യക്തി എന്ന് പിന്നീട് മോനിക്ക പറയുന്നു. അന്ന് വൈകുന്നേരം മനമുരുകിയും ദൈവത്തോട് പ്രാർത്ഥിച്ചു. കണ്ണുനീർ ധാരധാര പോലെയായിട്ട് ഒഴുകി. ആ രാത്രി കർത്താവിന് മുന്നിൽ ഒരു ശബ്ദം നടത്തി, ദൈവമേ ഞാൻ നിന്നോട് കടുത്ത അനീതിയാണ് ചെയ്തത്. അങ്ങയുടെ മുമ്പിൽ ഞാൻ ഒരിക്കലും ഈ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല എന്ന്, അതിനുള്ള കൃപ തരണമേ എന്ന് മോനിക്ക ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ ഒരു തിരുസ്വരൂപത്തിൽ നിന്ന് അനുഗ്രഹ വർഷം ചൊരിയുന്നതായിട്ട് മോനിക്കയ്ക്ക് അങ്ങനെ ബോധ്യപ്പെട്ടു. പിന്നീട് ഒരിക്കലും അവള് മദ്യം കുടിക്കുകയോ അത് രുചിച്ചു നോക്കുക പോലും ചെയ്തിട്ടില്ലെന്ന് മോനിക്കയുടെ ആ ഒരു അഗസ്റ്റിൻ തൻ്റെ കൺഫെഷൻ എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥത്തിലെ വിശുദ്ധ മോനിക്കയെ കുറിച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ ദേവാലയത്തിൽ പോവുകയും ദിവ്യകാരുണ്യ പ്രവർത്തികളിൽ കൂടുതൽ സജീവമാകുകയും ചെയ്തു. വിശ്വാസ കാര്യങ്ങളിലെല്ലാം മാതാപിതാക്കള് തീക്ഷ്ണതയുള്ളവരായിരുന്നുവെങ്കിലും അവളുടെ അത്ര ദൃഢമായ വിശ്വാസം അവർക്കൊരിക്കലും ഉണ്ടായിരുന്നില്ല. ഭൗതികമായ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടണമെന്ന് മോനിക്കയോട് അവർ നിർദ്ദേശിച്ചു. അവൾക്ക് വിലപിടിച്ചുള്ള ആഭരണങ്ങൾ, വസ്ത്രങ്ങളെല്ലാം അവര് നൽകി. എന്നാൽ വെളുത്തതും വില കുറഞ്ഞതുമായ വസ്ത്രമായിരുന്നു മോനിക്കയ്ക്ക് കൂടുതൽ ഇഷ്ടം.
അങ്ങനെ അവളെ ആ ഭൗതിക കാര്യങ്ങളിൽ നിന്ന് പിന്തിരിക്കാൻ വേണ്ടി നഗരസഭ പിരിവുകാരനും സമ്പന്നനുമായ പെർട്ടീഷ്യസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിച്ചു. നിഷ്കളങ്കയും ദൈവവിശ്വാസിയുമായ മോനിക്ക ഒരിക്കലും ചേർന്ന ഒരു വ്യക്തിയായിരുന്നില്ല. അവളുടെ ഭർത്താവ് 48 വയസ്സുകാരനും ആയ വ്യക്തി പ്രവൃത്തിയിലും എല്ലാം മോനിക്കയേക്കാൾ വളരെ വേറിട്ടു നിന്നു. ദൈവവിശ്വാസിയും സാധുക്കളെ സഹായിച്ചുകൊണ്ട് സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഭർത്താവിനെയാണ് മോനിക്ക ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ അതിന് ഘടകവിരുദ്ധമായ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് അവൾക്ക് ലഭിച്ചത്. മുൻകോപിയും കടുത്ത അന്യവിഗ്രഹ ആരാധനയിലും മുഴുകിയിരുന്ന വ്യക്തിയായിരുന്നു വിശുദ്ധ മോനിക്കയുടെ ഭർത്താവിനേക്കാൾ മോശമായ ഒരു വ്യക്തിയായിരുന്നു അവളുടെ അമ്മായിമ്മ. കടുത്ത അസൂയയും സ്വാർത്ഥമതിയുമായ അമ്മായിമ്മ മോനിക്കയെയും കഠിനമായ വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും അനുദിനം ദ്രോഹിച്ചുകൊണ്ട് ഇരുന്നു. ഭർത്താവും അമ്മായിയമ്മയും കഠിനമായ രോഗങ്ങളിൽ മുഴുകുമ്പോഴും മോനിക്ക അവരെ കുറ്റപ്പെടുത്തുകയോ അവരിൽ നിന്ന് അകന്നു പോവുകയോ ചെയ്തില്ല. നിശബ്ദമായും മുന്നിലെ അവയെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്തത്. മറ്റു സ്ത്രീകളിൽ നിന്നും വ്യത്യസ്തയായിട്ട് ആരെയും കുറ്റപ്പെടുത്താതെ ഉള്ള പ്രകൃതവും സ്നേഹപൂർവമായ സമീപനവുമായ സ്വന്തം ഭാര്യയുടെ ആ ഒരു ഏത് കാര്യത്തിലും ഇടപെടുന്ന ആ ഭാര്യയുടെ ആ സ്വഭാവം ആ ഭർത്താവിനെ സ്പർശിച്ചു. കഠിനമായി ശകാരിച്ചിട്ടും ശിക്ഷിച്ചിട്ടും മോനിക്ക നിശബ്ദമായി നിലകൊണ്ടത് അമ്മായിമ്മയെയും മനസ്സിനെയും കാര്യമായ രീതിയിൽ സ്വാധീനിച്ചു. അവരെയും മാറ്റാനും വിശ്വാസത്തിലേക്ക് അനയിക്കാനായിട്ട് വിശുദ്ധ മോനിക്കയ്ക്ക് സാധിച്ചു. ഭാര്യയുടെ ഈ വിശദമായ പ്രവർത്തികൾ അദ്ദേഹത്തെ ചിന്തിപ്പിക്കുകയും അങ്ങനെ മരിക്കുന്നതിന് 1 കൊല്ലം മുന്നേ അദ്ദേഹം ക്രിസ്തീയ വിശ്വാസത്വം സ്വീകരിച്ച് ജ്ഞാനസ്ഥാനം സ്വീകരിക്കുകയും ചെയ്തു. അതുപോലെ മരുമകളെ പീഡിപ്പിച്ചതിനെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് അങ്ങനെ അമ്മായിമ്മയും തെറ്റുകൾ ക്ഷമ ചോദിച്ചുകൊണ്ട് അമ്മായിമ്മയും അങ്ങനെ വിശ്വാസത്തിലേക്ക് ആനയിക്കാനായിട്ട് വിശുദ്ധ മോനിക്കയ്ക്ക് സാധിച്ചു. ആ കാലഘട്ടത്തിൽ ഗർഭവതിയായ മോനിക്ക തൻ്റെ ഉദരത്തിൽ വളർന്ന കുഞ്ഞിനെ ദൈവത്തിന് മുന്നിൽ സമർപ്പിച്ചു. ഉണരുമ്പോഴും നിദ്രയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പും അവൾ കുഞ്ഞിനെ വിശുദ്ധിയിലേക്ക് നയിക്കാനുള്ള ആ കാര്യങ്ങൾ നൽകണമെന്ന് അവൾ ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചു. നവംബർ 13 മോനിക്ക ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. അക്കാലങ്ങളിൽ ശിശുമാമോദീസ സാധാരണമായിരുന്നില്ല എങ്കിലും ശിശുവിനെ ബാല്യത്തിൽ തന്നെ ദേവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ചു. അങ്ങനെ അഗസ്റ്റിൻ എന്ന പേര് നൽകി. 7 വയസ്സുള്ളപ്പോൾ അഗസ്റ്റിന് മാമോദീസ നൽകാനായിട്ട് മോനിക്ക അതിയായി ആഗ്രഹിച്ചു. എന്നാൽ അഗസ്റ്റിൻ തുടർച്ചയായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് ശാരീരികമായ അസ്വസ്ഥതകൾ, പനി അങ്ങനെ ഒക്കെ അതിൽ ഉണ്ടായിരുന്നത് കൊണ്ട് സുഖമാകാൻ വേണ്ടിയിട്ട് ജ്ഞാനസ്ഥാനം കൊടുക്കുമെന്ന തീരുമാനം ഉണ്ടാവുകയും എന്നാൽ ആ പനി രോഗങ്ങളൊക്കെ മാറിക്കഴിയുമ്പോൾ ആ തീരുമാനം അങ്ങനെ മാറ്റുകയും ചെയ്യും. അക്രൈസ്തവനായ ഒരു വ്യക്തിയായിരുന്നല്ലോ
മോനിക്കയുടെ ഭർത്താവ്. അങ്ങനെ ക്രൈസ്തവനാകാതെ ചെറുപ്പകാലത്ത് വളർന്നു വന്ന വ്യക്തിയായിരുന്നു വിശുദ്ധ അഗസ്തീൻ. മുതിർന്നവരുടെ അഗസ്ത്യന്റെ ജീവിതം ആകെ മറിഞ്ഞു. അപ്പൻ്റെ 17-ാം വയസ്സിൽ വിശുദ്ധ അഗസ്ത്യന് അപ്പൻ അകാലത്തിൽ മരണപ്പെട്ടു. അപ്പൻ്റെ ആദ്യകാല വഴിവിട്ട ജീവിതത്തിലെ തനിപ്പകർപ്പായിട്ട് വിശുദ്ധ അഗസ്ത്യൻ വളർന്നു വന്നു. അമ്മയെ സ്നേഹിച്ചിരുന്നെങ്കിലും അമ്മ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാനോ ആത്മീയ ജീവിത നിഷ്ഠയിൽ പിന്തുടരാനൊന്നും അവന് താല്പര്യമുണ്ടായില്ല. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനും പുസ്തകങ്ങളിലൊക്കെ സ്നേഹിക്കുവാനുമായിട്ട് 12-ാം വയസ്സിൽ ഒരു ബോർഡിംഗ് സ്കൂളിലേക്ക് അയച്ചു. അന്ന് തുടങ്ങിയിട്ട് ഒത്തിരി മാറ്റങ്ങൾ വിശുദ്ധ അഗസ്ത്യനിൽ കാണാനായിട്ട് സാധിച്ചു. ഭർത്താവിനും അമ്മയും മനസ്സാന്തരപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഈ മകന് വേണ്ടിയിട്ട് തീഷ്ണമായി പ്രാർത്ഥിക്കാനായിട്ടുള്ള ആഗ്രഹം വിശുദ്ധ മോനിക്ക കാഴ്ചവെച്ചു. കുറച്ചു കാലത്തൊക്കെ അവന് കാര്യമായ രീതിയിൽ പഠനങ്ങളൊക്കെ മുന്നോട്ട് പോയെങ്കിലും അഗസ്റ്റിൻ്റെ സ്വഭാവം വലുതാവുമ്പോൾ മറിഞ്ഞു. ചഞ്ചലചിത്തനായിരുന്നു വിശുദ്ധ അഗസ്ത്യൻ. കൂട്ടുകാരുമൊത്ത് വഴിപിഴിച്ച ജീവിതം നയിക്കുന്നതിനായിരുന്നു അവൻ്റെ ഇഷ്ടവിനോദം. വീണ്ടും പാപവഴികളിലേക്ക് തന്നെയായിരുന്നു യാത്ര എന്ന് കേട്ടതോടെ അതീവ ദുഃഖിതയായിത്തീർന്നു വിശുദ്ധ മോനിക്ക. അങ്ങനെ 3 വർഷത്തെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് അവനാകെ വഷളനായിട്ടാണ് വിശുദ്ധ അഗസ്ത്യൻ തിരിച്ചു വന്നത്. ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് കാർത്തേജിയോ റോമിലേക്ക് അവനെ അയച്ച് പഠിപ്പിക്കാൻ പ്രത്യൂസിനെ അപ്പോൾ അതിന് ഇല്ലായിരുന്ന കാലമായിരുന്നു. തൽക്കാലം വീട്ടിൽ നിൽക്കട്ടെ എന്നായിരുന്നു അയാളുടെ ചിന്ത. അത് മുതലെടുത്ത് വ്യഭിചാരശാലകളിലും സ്ഥാനഘട്ടങ്ങളിലും നാടകശാലയിൽ സന്ദർശിക്കുകയായിരുന്നു വിശുദ്ധ അഗസ്ത്യൻ്റെ അനുദിന പരിപാടി. നമുക്ക് പേരക്കിടാങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്ന് പെർത്തീസസ് തമാശയായിട്ട് വിശുദ്ധ മോനിക്കയോട് പറഞ്ഞപ്പോൾ മോനിക്ക അതിയായി ദുഃഖിച്ചു. അവന് വേണ്ടി പ്രാർത്ഥിച്ചു. കാർത്തേജിൽ കോട്ടേഴ്സുള്ള ഒരു സ്പോൺസർ വന്ന് അവൻ്റെ പഠന ചെലവെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഏറ്റെടുക്കാനായിട്ടൊരു വ്യക്തി വന്നതുകൊണ്ട് അങ്ങനെ വിശുദ്ധ അഗസ്ത്യൻ കാർത്തേജിലേക്ക് കപ്പൽ കയറി. നാട്ടിലെ ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും കന്നത്ത് ദൂരത്തുള്ള ആ കാർത്തേജിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ആദിയിൽ മോനിക്ക അതിയായി ആ വ്യാകുല ചിത്തയിൽ ദൈവത്തോട് തീർച്ചയായും മകന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ്റെ കാർത്തേജിലെ വിശുദ്ധ അഗസ്ത്യൻ നല്ലവണ്ണം ശോഭിച്ചു. അവൻ്റെ ജ്ഞാനവും പ്രഭാഷണവും നൈപുണ്യവും സഹപാഠികൾക്കും അധ്യാപകർക്കും വളരെ വിസ്മയകരമായി തീർന്നു. അഹങ്കാരം നിറഞ്ഞ് അവൻ അഹങ്കാരിയെ ധിക്കാരിയുമായിട്ട് വിശുദ്ധ അഗസ്ത്യൻ തീർന്നു. കാർത്തേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു യുവതിയുമായിട്ട് അവൻ സ്നേഹത്തിലാവുകയും അങ്ങനെ അവരൊരുമിച്ച് താമസം ആരംഭിക്കുകയും ചെയ്തു. അതിൽ അവർക്കൊരു കുഞ്ഞ് ജനിക്കുകയും കൂടി ഒരു മകൻ ജനിക്കുകയും വിശുദ്ധ അഗസ്ത്യന് ഒരു മകൻ ജനിക്കുകയും ചെയ്തു.
ഈ വിവരം കേട്ട് മോനിക്ക അതീവ വേദനയോടുകൂടെ അവർണ്ണീയമായ വേദനയാൽ തൻ്റെ മകൻ വിശ്വാസത്തിന് വ്യതിചലിച്ച് ദുർമാതമരമായ ഒരു ജീവിതം നയിക്കുന്നു എന്ന വാർത്ത കേട്ട് പെർത്തീസസും വളരെയധികം ദുഃഖിതനായി തീർന്നു. മകന്റെ പരിവർത്തനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുകയും ഏക വഴി തിരിച്ചു വരുന്നതിന് ഒരേ വഴി അവനെ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാണ് എന്ന് അവർ രണ്ടുപേരും ഒരുമിച്ച് തീരുമാനമെടുക്കുകയും ചെയ്തു. മുന്നൂറ്റി അഗസ്റ്റിൻ്റെ അപ്പൻ അങ്ങനെ മരണപ്പെട്ടു. അപ്പൻ്റെ മരണം അറിഞ്ഞ് കാര്യമായ ചലനമൊന്നും മിസ്റ്റർ അഗസ്റ്റിനസിൻ്റെ ജീവിതത്തിലുണ്ടായില്ല. മണിക്കിയേസിൻ്റെ എന്ന ഒരു അബദ്ധ പ്രബോധനത്തിൻ്റെ അപ്പസ്തലനായിട്ട് മിസ്റ്റർ അഗസ്റ്റിൻ ഒരു പ്രചാരകനായിട്ട് തീർന്നു. ഇത് കേട്ട് മോനിക്ക വളരെയധികം ദുഃഖത്തിലായിട്ട് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് മകനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണമെന്ന് അവൾ ഒത്തിരി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ആ ഒരു സമയത്ത് മകനെ കണ്ട് ഒത്തിരി മോനിക്ക അഗസ്റ്റിനെ ഒത്തിരി ശാസിക്കുകയും വീട്ടിൽ നിന്ന് രൂക്ഷമായി ശകാരിച്ചുകൊണ്ട് ഇറക്കി വിടുകയും ചെയ്തു. അന്നത്തെ രാത്രിയിൽ കുറച്ചു നേരം വിഷമിച്ചു നിന്ന് അഗസ്റ്റിൻ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അന്നത്തെ രാത്രിയിൽ മോനിക്കയ്ക്ക് ഉറങ്ങാനായിട്ട് കഴിഞ്ഞില്ല. അവളുടെ മനസ്സിനെ അത് കുത്തി നോവിച്ചു. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതും അവളുടെ മനസ്സിനെ ഒത്തിരിയേറെ വേദനിപ്പിച്ചു. ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന അപ്പോൾ ഒരു സ്വരം അവൾ കേട്ടു. ദൈവസ്വരം പോലെ ആയിരുന്നു അത്. നീ എവിടെ ആണോ അവിടെ ആയിരിക്കും നിന്റെ മകനും എന്ന് ഒരു ദൈവസ്വരം അവൾക്ക് ആ രാത്രിയിൽ കേൾക്കാൻ സാധിച്ചു. തൻ്റെ സങ്കല്പങ്ങൾക്ക് അനുസരിച്ച് മകൻ ജീവിക്കുന്നു എന്നുള്ള ധാരണയിൽ അവള് സമാധാനമുണ്ടാവുകയും അവൾ പിറ്റേന്ന് തന്നെ മകനെ തേടി ഇറങ്ങി. അമ്മയും മകനും അങ്ങനെ തമ്മിൽ ഒരു വീട്ടിൽ വെച്ച് കണ്ടുമുട്ടി സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ സ്വന്തം അഗസ്റ്റിനെ തൻ്റെ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും മാണിക്കയൻ എന്ന ചീത്ത പഠനങ്ങളും അഗസ്റ്റിൻ ഒരിക്കലും ഉപേക്ഷിച്ചില്ല. അത് കുറെ കൂടി ശക്തമായ രീതിയിൽ അവൻ പ്രചരിക്കുകയും തൻ്റെ ഭാര്യയെയും മകനെയും കാണാൻ കാർത്തേജിലേക്ക് തിരിച്ചു പോകണമെന്ന് അവൻ നിർബന്ധം പിടിക്കുകയും ചെയ്തു. അവനെ നാട്ടിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അതിനുവേണ്ടിയും അവനെ ഒരു വ്യാകരണ വിദ്യാലയം തന്നെ അവർ തുടങ്ങുകയും ചെയ്തു. അക്കാലത്താണ് ഒരു രൂപത മെത്രാൻ നാട്ടിലേക്ക് വന്നത്. മോനിക്ക അങ്ങനെ അദ്ദേഹത്തെ കണ്ട് തൻ്റെ മകൻ്റെ കാര്യമെല്ലാം അവനെ വിശദീകരിച്ചു. അവനെ വിളിച്ച് കുറെ ഉപദേശിക്കണമെന്നായിരുന്നു മോനിക്കയുടെ ആവശ്യം. മകൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ണീരൊഴുക്കുന്ന ഒരു വ്യക്തിയെ കണ്ട് മെത്രാൻ ഒത്തിരിയേറെ പറഞ്ഞു. ഇത്രയും കണ്ണീരിൻ്റെ പുത്രനായ ഒരു വ്യക്തി ഒരിക്കലും നശിച്ചു പോവുകയില്ല എന്ന്. നീ പ്രാർത്ഥന തുടരുക,
കത്തോലിക്ക സഭയിലേക്ക് അവൻ തിരിഞ്ഞു വരുമെന്ന് ആ മെത്രാൻ അവളെ സമാധാനിപ്പിച്ചു. അങ്ങനെ വിശുദ്ധ അഗസ്ത്യനെ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചെത്തിച്ചത് മോനിക്കയുടെ ആ കണ്ണീർ കറഞ്ഞ പ്രാർത്ഥനയായിരുന്നു. അഗസ്ത്യൻ കാർത്തേജിലേക്ക് തിരിച്ചു പോകാനായിട്ട് നിർബന്ധം പിടിച്ചു. മോനിക്കയെയും അനുഗമിക്കാനായിട്ട് സമ്മതിക്കുമെങ്കിൽ തിരിച്ചു പോകാൻ അനുവാദം തരാമെന്ന് മോനിക്ക പറഞ്ഞു. അങ്ങനെ മനസ്സോടെ അവർ അത് സമ്മതിക്കുകയും അങ്ങനെ അഗസ്ത്യൻ അമ്മയെയും കൂട്ടി കാർത്തേജിലേക്ക് പോയി. കാമുകിയും മകനും അമ്മയോടൊപ്പം ഒരുമിച്ച് താമസിച്ചു. കൂടുതൽ പണവും പ്രസംഗത്തിനും പ്രശംസിക്കും വേണ്ടിയിട്ട് തേടിക്കൊണ്ട് റോമിലേക്ക് പോകാനായിട്ട് ഒരു രഹസ്യ പദ്ധതി അഗസ്ത്യൻ തയ്യാറാക്കി. റോമിലേക്ക് തന്നെയും കൂട്ടിക്കൊണ്ടുപോകണമെന്ന് മോനിക്ക ശഠിച്ചു. തുറമുഖ തെറ്റിച്ചേർന്ന അഗസ്ത്യൻ അമ്മയെ വിശുദ്ധ സിപ്രിയാന്റെ ശവകുടീരത്തിൽ ചാപ്പലിലാക്കിയ ശേഷം ഒളിച്ച് ഓടിപ്പോവുകയാണ് ചെയ്തത്. 353 അദ്ദേഹം അങ്ങനെ റോമിലെത്തി. പക്ഷേ റോമും അവിടുത്തെ ആളുകളും ശരിയായ രീതിയിൽ അഗസ്ത്യനെ സ്വീകരിച്ചില്ല. അധികം വൈകാതെ രോഗിയും അവശനുമായി തീർന്നു വിശുദ്ധ അഗസ്ത്യൻ. അമ്മയുടെ ആ പ്രാർത്ഥനയാണ് അദ്ദേഹത്തെ അതിൽ നിന്ന് രക്ഷിച്ചത്. അഗസ്ത്യൻ പിൻകാലത്ത് എഴുതി അങ്ങനെ ഇരിക്കെയാണ് ജർമ്മനിയിലെ മിലാൻ നഗരത്തിലെ സഭയിൽ ഒരു പ്രസംഗം അധ്യാപകന്റെ ഒഴിവ് ഉണ്ടെന്ന് വിശുദ്ധ അഗസ്ത്യൻ അറിയുന്നത്. ചില മാണിക്കയൻ ബന്ധം വഴിയും അത് നേടിയെടുക്കുകയും അഗസ്ത്യൻ അങ്ങനെ വൈകാതെ കാമുകിയെയും മകനെയും വിളിച്ചു വരുത്തിയ ശേഷം അമ്മയെയും അങ്ങനെ വിവരമറിയിച്ചു. മിലാനിലെത്തിയ മോനിക്ക പഴയ കാമുകിയെ കണ്ട് സ്തംഭയായി പോയി. കൗദാശികമല്ലാത്ത ആ ബന്ധം തുടരുന്നത് മകന്റെ ആത്മരക്ഷ അപകടമാക്കുമെന്ന് എന്നറിഞ്ഞുകൊണ്ട് ഒരുവിധം സ്വദേശത്തേക്ക് കാമുകിയെ തിരിച്ചയക്കുകയാണ് മോനിക്ക ചെയ്തത്. മകനും അമ്മയും അങ്ങനെ മിലാനിൽ ജീവിതം ആരംഭിച്ചു. അഗസ്ത്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു ആ മിലാനിലേക്കുള്ള യാത്ര. അങ്ങനെ ദൈവവുമായിട്ടുള്ള ഒരു അമൂല്യമായ ഒരു മൽപ്പിടുത്തത്തിനുമായുള്ള ആ മോനിക്കയുടെ ആ ഒരു പ്രാർത്ഥന, ആ ഒരു മോനിക്കയുടെ ആ ജീവചരിത്രം ലോകം ഉള്ള എല്ലാ വ്യക്തികളെയും ഒത്തിരി സ്വാധീനിക്കാനായിട്ട് സാധിച്ചു. മിലാനിലെ വിശ്വപ്രസിദ്ധനായ പ്രസംഗകനും വിശുദ്ധ അംബ്രോസിനെ യാദൃശ്ചികമായിട്ട് അയാളുടെ പ്രസംഗം കേൾക്കാനായിട്ട് വിശുദ്ധ അഗസ്ത്യൻ അങ്ങനെ ഒരു തുടക്കം കുറയ്ക്കാനായിട്ട് ഇടയായി തീർന്ന ഒരു സംഭവം ഉണ്ടായി. മണിക്കയൻ വാദത്തിന്റെ പ്രചാരകനായ യുവാവിന്റെ അതിന്റെ ശക്തമായ എതിരാളിയായിരുന്നു വിശുദ്ധ മെത്രാൻ. ആ മെത്രാൻ എന്താന്ന് പറയുന്നതെന്ന് കേൾക്കാനുള്ള ഒരു അത്ഭുതമായിട്ട് ആദ്യം ആ പ്രസംഗങ്ങൾ കേട്ടു. അത് പിന്നീട് ആത്മബന്ധത്തിലേക്ക്, ഒരു സ്നേഹബന്ധത്തിലേക്ക്
കൊണ്ടെത്തിക്കാനായിട്ട് സാധിച്ചു. അഗസ്റ്റിൻ വിശുദ്ധ അംബ്രോസിനെ കാണുന്നതിനേക്കാളും കൂടുതൽ മോനിക്ക പലതവണ അദ്ദേഹത്തിൻ്റെ പാദത്തെങ്കിൽ സ്വന്തം മകൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അഭയം തേടി. അവൻ ഈ മാണിക്യൻ ഒരു മതത്തിൻ്റെ അതിൽ നിന്ന് വിട്ട് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് എത്തിച്ചേർന്നാൽ മാത്രം പോരാ, ആത്മരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹവും വിശുദ്ധ മോനിക്കയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ദൈവത്തിന് എൻ്റെ അമ്മയുടെ പ്രാർത്ഥന നിരസിച്ച് കളയാനായിട്ട് ഒരിക്കലും സാധിച്ചില്ല എന്ന് വിശുദ്ധ അഗസ്റ്റിൻ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ അഗസ്റ്റിനോട് വിശുദ്ധ മോനിക്ക ഒറ്റ കാര്യം മാത്രം അപേക്ഷിച്ചു. നിരന്തരമായിട്ട് എപ്പോഴും പ്രാർത്ഥിക്കാനായിട്ടാണ് വിശുദ്ധ അംബ്രോസ് മോനിക്കയോട് പറഞ്ഞത്. അത് അക്ഷരം പ്രതി മോനിക്ക നിർവഹിക്കുകയും ചെയ്തു. അങ്ങനെ അഗസ്റ്റിൻ ഒരു ദിവസം തോട്ടത്തിലുള്ളാത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വരം കാതിൽ മുഴുങ്ങുകയും എടുത്തു വായിക്കുവിനെന്ന് എന്ന പൗലോസ്ലിയായുടെ ഒരു ലേഖനം ബൈബിൾ തുറന്നു നോക്കിയപ്പോൾ പൗലോസ്ലിയായുടെ ഒരു ലേഖനമാണ് വിശുദ്ധ അഗസ്റ്റിന് കിട്ടിയത്. അങ്ങനെ അഗസ്റ്റിൻ ഒരു ഉയർപ്പ് തിരുനാളിനന്ന് ജ്ഞാനസ്ഥാനം സ്വീകരിച്ച് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ അമ്മയും മകനും ജന്മനാട്ടിലേക്ക് അങ്ങനെ തിരികെ എത്തി. അങ്ങനെ ഒരു അഗസ്ത്യൻ ഒരു സന്യാസാശ്രമത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് അഗസ്ത്യൻ അങ്ങനെ താമസിക്കുന്ന സമയത്ത് വിശുദ്ധ മോനിക്കയ്ക്ക് 56-ാമത്തെ വയസ്സിൽ പനിയും ഒത്തിരി അസുഖങ്ങൾ ബാധിച്ച് 9 ദിവസം നിവർന്ന് നിന്ന ആ രോഗത്തിന് ശേഷം മരണം അടുത്തു എന്ന് മനസ്സിലാക്കിയ മോനിക്ക തൻ്റെ ശരീരം എവിടെ വേണമെങ്കിലും അടക്കിക്കൊള്ളുവിൻ, എന്നാൽ എന്നെ ഒരു വൈദികനായ നീ എന്നും എന്നെ ബലിപീഠത്തിൽ ഓർത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊരു അപേക്ഷ മാത്രമാണ് മകനോട് പറഞ്ഞത്. അങ്ങനെ മാർട്ടിൻ അനാമൻ എന്ന ഒരു പാപ്പയാണ് റോമിലേക്ക് റോമിലെ ഒരു വിശുദ്ധ അഗസ്റ്റിന് വേണ്ടി ഒരു ദേവാലയം പണിയുകയും ആ ദേവാലയത്തിലേക്ക് മോനിക്കയുടെ ബൗദ്ധാവശിഷ്ടങ്ങൾ 11-ാം നൂറ്റാണ്ടിലെ ആണ് അവിടെ സ്ഥാപിച്ചത്. അങ്ങനെ വേദപാരംഗനായ വിശുദ്ധ അഗസ്റ്റിൻ അങ്ങനെ ഒത്തിരി പുസ്തകങ്ങൾ സഭയ്ക്ക് വേണ്ടിയിട്ട് എഴുതുകയും ഒക്കെ ചെയ്തത് എഴുതാനായിട്ട് വിശുദ്ധ മോനിക്കയുടെ പ്രാർത്ഥനയും എല്ലാം കാരണമായി തീർന്നു. മോനിക്കയുടെ ഒരു മകള് ഒരു ആശ്രമത്തിൽ ചേർന്ന് അവിടെ അധിപതിയായിട്ട് തീരുകയും മറ്റേ മകൻ വിവാഹം കഴിച്ച് ജീവിക്കുകയും ചെയ്തു.
മോനിക്ക പുണ്യവതിയും 17 വർഷം നിന്ന ഒരു പ്രാർത്ഥനയാണ് നയിച്ചത്. വിജാതീയ പങ്കാളിക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവശക്തിയെ വിളിച്ചിറക്കി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ മോനിക്ക. മത്തായിയിലെ 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും, ഇപ്പോൾ വിലപിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും. ദൈവത്തിൻ്റെ ആ വാഗ്ദാനം വഴിതെറ്റിപ്പോയി പോകുന്ന പാപത്തിൽ കഴിയുന്നവർക്ക് വേണ്ടിയും മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ള ഉത്തമ ബോധ്യം വിശുദ്ധ മോനിക്ക പകർന്നു തരുന്നു. ഞങ്ങളുടെ മക്കളുടെ നിയോഗത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നിരാശയും സങ്കടങ്ങളും കുറ്റപ്പെടുത്തലുകളും നിന്റെ കുഴപ്പം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞ് നമ്മളൊത്തിരി നിലവിളിച്ച് നമ്മളൊത്തിരി ഉപദേശിച്ചത്, മക്കളെ ഒത്തിരി ഉപദേശിച്ചിട്ടും മാറ്റമില്ലാത്ത നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ അവരോരോരുത്തരെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുനീരോട് കൂടിയുള്ള ആ പ്രാർത്ഥന നമ്മുടെ ഓരോ മക്കളെയും പിശാചിൻ്റെ സ്വാധീനങ്ങളിൽ നിന്ന്, ഈ ലോകത്തിൻ്റെ മായാമോഹങ്ങളിൽ നിന്ന് നശിച്ചു പോകാതെ കാത്തു രക്ഷിക്കാനായിട്ട് നിരന്തരമായ പ്രാർത്ഥന, അത് പ്രാർത്ഥനയിൽ നിന്ന് ഒരിക്കലും പിന്തിരിഞ്ഞു പോകരുത് എന്നാണ് വിശുദ്ധ മോനിക്ക നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് വേണ്ടി, വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് ജാഗ്രത പുലർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് അവർ സംരക്ഷണം ഈ കുടുംബത്തിന് ചുറ്റും, നമ്മുടെ കുടുംബങ്ങൾക്ക് ചുറ്റും പൈശാചിക ശക്തികളൊക്കെ ബന്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട്, ഉപവസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട്, ആ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടക്കാതെ നമ്മുടെ കുടുംബത്തിന് സംരക്ഷണം ഏർപ്പെടുത്താനായിട്ട് അങ്ങനെ സാത്താനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ പിശാചിനെ നമ്മുടെ കുടുംബത്തിലുള്ള സകല പൈശാചിക സ്വാധീനങ്ങളെ എല്ലാം ബന്ധിച്ച് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ നിൽക്കാനായിട്ടുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യത കണ്ട് യാത്ര ചെയ്യുന്ന നമ്മളെ പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ മാത്രമേ പിശാചിനെ എതിർത്ത് തോൽപ്പിക്കാനായിട്ട്, യുദ്ധം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ ലോകത്ത് സ്ഥിരതയോടെ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. മോനിക്ക പുണ്യവതിയും സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പോലെ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്, കുടുംബത്തിൽ നിന്ന്, ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നും അകന്നുപോയ മക്കളെയും വരും തലമുറയെയും സമർപ്പിച്ച് നമുക്ക് അവരെ ഓരോരുത്തരെയും മാനസാന്തരത്തിലേക്ക് നയിക്കണമേ എന്ന് നമുക്ക് വ്യക്തിപരമായിട്ട് ദൈവത്തിന് മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വലിപ്പഴിച്ച് ദുശ്ശീലങ്ങളിൽ നിന്നും, മദ്യപാനം, സകല ദുശ്യങ്ങളിൽ നിന്നും നശിച്ചു പോയ ഈ ലോകത്തിലെ അടിമപ്പെട്ട ലോകത്തിൻ്റെ അസുഖം ലോകത്തിലൊക്കെ മുഴുകി അടിമകളായി പോയി പിശാചിൻ്റെ പിടിയിൽ നിന്ന് ബന്ധിക്കപ്പെട്ട നമ്മുടെ ഓരോ കുടുംബാംഗങ്ങളെയും ഈശോയുടെ മുന്നിലേക്ക് സമർപ്പിക്കാം. മാതാപിതാക്കളിലെ ആ വിശ്വാസത്തോടുള്ള, തീഷ്ണതയോടുള്ള ആ ഒരു പ്രാർത്ഥന, ആ കണ്ണീര് കണ്ട് ഈശോയെ അവരോരോരുത്തരെയും വീണ്ടെടുക്കാനായിട്ട് കാരണമായി തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 19-ാം നൂറ്റാണ്ടിലെ വഴിതെറ്റി നടക്കുന്ന നമ്മുടെ ഓരോ മക്കളെയും നമുക്ക് ഈശോയുടെ മുന്നിൽ സമർപ്പിക്കാം. ആഴമേറിയ ക്രിസ്തീയ പാണ്ഡിത്യമുള്ള ഒരു ആളായിത്തീരാൻ
വിശുദ്ധ അഗസ്തീനോസിന് സാധിച്ചത് വിശുദ്ധ മോനിക്കയുടെ ആ ഒരു പ്രാർത്ഥനയാണ്. നീണ്ട 17 കൊല്ലം അഗസ്ത്യൻ മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ മോനിക്കയും വിശുദ്ധിയായിട്ട് തീരാനായിട്ടുള്ള കൃപകളുടെ വിശദീകരണത്തിലൂടെ സഹനങ്ങളിലൂടെ മോനിക്ക് അങ്ങനെ 2 വിശുദ്ധരെ സഭയ്ക്ക് പ്രദാനം ചെയ്യാനായിട്ട് ദൈവം കാരണമായി തീർന്നു. അതുപോലെ നമുക്കും എത്ര തുടർച്ചയായിട്ട് എത്ര കൊല്ലങ്ങളോളം പ്രാർത്ഥിച്ചത് നിറവേറാത്ത ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാതെ ആ വിശ്വാസത്തിൽ ഈശോയിൽ ആഴത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അത് ഒന്നുമേ നിത്യതയിലേക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു കരുതലാണ് ആ പ്രാർത്ഥന എന്ന് നമുക്ക് പ്രാർത്ഥന ഒരിക്കലും നിഷ്ഫലമായി പോകുന്നില്ല എന്ന ബോധ്യത്തിൽ പ്രാർത്ഥന നമ്മെ ഓരോരുത്തരെയും ഇന്നല്ലെങ്കിൽ നാളെ ആ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കും എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ നമ്മുടെ ശാരീരികമായ സുഖഭോഗങ്ങളിൽ ലോകസന്തോഷങ്ങളിൽ മുഴുകിയിരിക്കുന്ന മായിക ലോകത്ത് കഴിയുന്ന സകല ശാരീരികമായ ജനികമായ പാപങ്ങളിലും മുഴുകി ജീവിക്കുന്ന ഓരോ വ്യക്തികളെയും ഈശോയുടെ മുന്നിലേക്ക് സമർപ്പിക്കാം. ഈശോയെ അവരെ എല്ലാം അങ്ങയുടെ തിരക്തം കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിച്ച് അവരിലുള്ള സകല പൈശാചിക ശക്തികളെയും സ്വാധീനങ്ങളെയും ദുശ്ശീലങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ നൽകാനുള്ള കൃപ അവർക്ക് നൽകണമേ. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, നിത്യസൗന്ദര്യമായ നിന്നെ അറിയുക ഞാൻ എത്രമേ വൈകിപ്പോയി എന്നാണ് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത്. ജീവിതത്തിലെ പൂർണ്ണമായ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെട്ടു നവീകരിക്കപ്പെട്ടു വന്ന പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് മോനിക്കയോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധരാവുക എന്ന് പറഞ്ഞാൽ അവർ സാധാരണ കാര്യങ്ങൾ അസാധാരണമായ ധൈര്യത്തോടെ ദൈവത്തിന് മുന്നിൽ ദൈവസ്നേഹത്തോടെ ചെയ്യുമ്പോഴാണ് അവരോരോരുത്തരും വിശുദ്ധരായിത്തീരുന്നത്. ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതം അങ്ങ് പോലെ പ്രാർത്ഥനയിൽ, സ്നേഹത്തിൽ, വിശ്വാസത്തിൽ, ഐക്യത്തിൽ, സ്നേഹത്തിൽ ജീവിക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരും കൃപ നൽകണമേ. ഞങ്ങൾ ഓരോരുത്തർ വിശ്വാസത്തിലൂടെ മറ്റുള്ളവരെ അങ്ങേ വിശ്വാസത്തിലേക്ക് അനയിക്കാനായിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ. മരിക്കുന്നത് വരെ ഒരു നിമിഷം പോലും വിശുദ്ധ മോനിക്ക പ്രാർത്ഥിക്കാതിരുത്തിയിട്ടില്ല എന്ന് വിശുദ്ധ അഗസ്തീനോസ് സ്വന്തം അമ്മയെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിച്ച ഒരു അമ്മയാണ് വിശുദ്ധ മോനിക്ക എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് നമുക്ക് മോനിക്കയിൽ കാണിക്കുന്നത്. തിരുസഭയിലെ മഹാനായ വേദപാരംഗനായ അഗസ്റ്റിൻ്റെ അമ്മയായിട്ട് വിശുദ്ധ മോനിക്ക അങ്ങനെ തീരുകയും ചെയ്തു. നമുക്ക് ഓരോരുത്തർക്കും നമ്മെ പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിക്കാം. വഴിപിഴിച്ചു പോയ ആ സ്വന്തം മകനെ പിന്തുടർന്നുകൊണ്ട് അവരെ വിശുദ്ധിയിലേക്ക്, ആൾത്താരയിലേക്ക് ഉയർത്തി അവരെ പുറകെ യാത്ര ചെയ്തു പോയ വിശുദ്ധ മോനിക്കയുടെ മാതൃക ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രചോദനം നൽകണമേ. ഒരു അമ്മയുടെ കണ്ണീർ കൊടുന്ന പ്രാർത്ഥന കേട്ട് അവരുടെ മകനെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് ദുർമാർഗതകൾ ചരിക്കുന്ന മക്കളെ ഓർത്ത് ഇന്നും ഒത്തിരി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെയെല്ലാം ഓർത്ത് ഈശോയുടെ മുന്നിൽ നമുക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. സ്വന്തം ഭർത്താവിനെ 18 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിലൂടെ മാനസാന്തരപ്പെടുത്തുകയും ജ്ഞാനസ്ഥാനം സ്വീകരിപ്പിക്കുകയും അങ്ങനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് വിശുദ്ധ മോനിക്കയ്ക്ക് സാധിച്ചു. അതേപോലെ നമുക്കും നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് സമർപ്പിക്കാം. അങ്ങനെ
നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതം വഴി നമുക്ക് ഈശോയെ മാറ്റപ്പെടുത്താനായിട്ട് ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ തിരു വിമല ഹൃദയത്തിലേക്ക് നമ്മൾ ഓരോ കുടുംബത്തെയും മക്കളെയും പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കാം. ഈശോയെ മോനിക്കയുടെ ജീവിത മാതൃക ഞങ്ങൾക്കും കണ്ണീരോടെ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും നമ്മുടെ ഭർത്താവിൻ്റെ കുടുംബത്തിന് വേണ്ടിയൊക്കെ നിരന്തരമായിട്ട് അവരെ കുറ്റപ്പെടുത്തി അവരെ സംസാരിച്ച് അവരെ അകറ്റി നിർത്തുന്ന ഒരു പ്രവണതയിൽ നിന്ന് അവരെ എല്ലാം ചേർത്ത് പിടിക്കാനും അവർക്ക് കൃപ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവരൊക്കെ ഇങ്ങനെ ഒരു സാഹചര്യത്തിലായിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ ക്ഷമയോടുകൂടെ അവരോട് സ്നേഹപൂർവ്വം വർത്തിക്കാനായിട്ട് നിശബ്ദമായി എല്ലാം സഹിച്ച് ദൈവത്തിന് മുന്നിൽ അങ്ങനെ എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ച് അവരെല്ലാം ഈശോയ്ക്ക് വേണ്ടി നേടിയെടുക്കാനായിട്ടുള്ള ഒരു ഉപകരണങ്ങളായി ഞങ്ങളെ ഈ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തികളെയും ആക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ മോനിക്കയുടെ മാധ്യസ്ഥം നമ്മൾ ഓരോരുത്തർ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധതയും സകല മാലാഖമാരുടെയും സകല ദിവ്യവിലയോടും ചേർത്ത് നമുക്ക് ഈ പ്രാർത്ഥനയെ പൂർണ്ണമായി ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ